ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് സെയിലിൻ്റെ അല്ല. നമ്മൾ മുൻപ് ഒരു അഗ്ലോണിമ ഇതില്ലേ, അതിൻ്റെ പേര് റെഡ് പനാമ, അതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ മദർ പ്ലാന്റ് നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രൊപ്പഗേഷൻ ചെയ്തത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെയ്യുന്നതല്ല ചെയ്തത്. അപ്പോൾ അതിൽ മദർ പ്ലാന്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു 2 ഷൂട്ട് വരുന്നുണ്ട്, അതാ മാറ്റിയത്. കണ്ട 2 ഷൂട്ട് നമുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഷൂട്ട് ഇതേ ഇതും, ഒരു ഷൂട്ട് അതുപോലെ ഇതേ ഇതും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത തവണ ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത് കാണിക്കാം കേട്ടോ. ഒന്നും കൂടി ഒരു ലീഫെങ്കിലും വരട്ടെ എന്ന് കരുതിയിട്ട് നിർത്തിയേക്കണ്ട കേട്ടോ. ഇതിപ്പോൾ മഴയത്താണ് ഇരിക്കുന്നത്, കണ്ട പെട്ടെന്ന് അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇത് പവിഴമല്ലിയാണ്. നമുക്കിവിടെ നിറച്ച് പവിഴമല്ലി ഉണ്ട്. അപ്പോൾ അതേ ഇന്ന് സെയിലിനുള്ള പ്ലാന്റുകൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്കതും ബുഷിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അതായത് 4 ഷൂട്ട്, 5 ഷൂട്ട്, അല്ലെങ്കിൽ 2, 3 ഷൂട്ട് അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മളിന്ന് വെച്ചിരിക്കുന്നത്. കുറച്ച് വെറൈറ്റികളുണ്ട്. എല്ലാതും ഒത്തിരി അവൈലബിൾ അല്ല. 2 എണ്ണം ഉള്ളതൊക്കെ ഞാൻ ഈ കോമ്പോയിൽ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ 2 എണ്ണം വെച്ചിട്ടുണ്ട്, സൈസ് ഡിഫറെൻ്റ് ഉള്ളത് കാണിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം, റേറ്റും കൂടെ തന്നെ പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇത് കേട്ടോ. ഇത് വന്നിട്ട് എന്താ പറയുക, ക്ലിയോപാട്ര എന്ന് പറഞ്ഞ വെറൈറ്റി ഇല്ലേ, അതിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതേ കണ്ടോ, 3 ഷൂട്ട് 4 ഷൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, 4 ഷൂട്ടുണ്ട് ഇതിനകത്ത്. ഈ പോട്ടിനകത്ത് നിൽക്കാൻ പറ്റില്ല, മാറ്റി വെക്കാറായിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് സ്ഥലമില്ലാത്ത കാരണം കുറേ ഉണ്ട് ഇങ്ങനെ ഷൂട്ടുകൾ വരുന്നതൊക്കെ ഞാൻ അങ്ങനെ പോട്ടുകളിലാക്കി വെച്ചിട്ട് കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ വരുന്നതിനനുസരിച്ചാണ് ഞാൻ തൈകൾ ഇങ്ങനെ മാറ്റി റൂട്ട് പിടിപ്പിച്ചിട്ടാണ് കുഞ്ഞു കുഞ്ഞു കോമ്പോകൾ ഇടാറ്, 500-600 രൂപയുടെയൊക്കെ. അപ്പോൾ ഇതൊന്നും ഇനിയിപ്പോൾ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ 4 ഷൂട്ടാണ് ഒക്കെ വന്ന് 2 ലീഫ്, 3 ലീഫ്, 4 ലീഫ് എന്നൊക്കെ ഉള്ളത് പ്ലാന്റുകളാണ് കേട്ടോ. 4 ഷൂട്ടുള്ള പ്ലാന്റാണ്. ഇതാണ് സൈസ് വരുന്നത്. ഇതിൻ്റെ 2 എണ്ണം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിനകത്തും 3 ഷൂട്ട് കേട്ടോ. ഇതിനകത്ത് കണ്ടോ 3 ഷൂട്ട്. രണ്ടും ഒരേ സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ലേ, ഒരേ സൈസുള്ള 2 പ്ലാന്റ്. ഇതിന് റേറ്റ് വന്നിട്ട് 300 രൂപയാണ് കേട്ടോ. ഇത് രണ്ടും ഈ 2 എണ്ണം തന്നെയുള്ളൂ, എക്സ്ട്രാ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ 2ഉം വെച്ച് കാണിച്ചത്. കാരണം പിന്നെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ ഒരു ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ 2 എണ്ണം തന്നെ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ 2 എണ്ണം വെച്ചിരിക്കുന്നത്. 300 റേറ്റ് വരുന്നത്. 4 ഷൂട്ട് 3 ഷൂട്ടാണ് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഇതിനകത്ത്. കണ്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് പനാമയാണ് കേട്ടോ, റെഡ് പനാമയുടെ പ്ലാന്റ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 300 രൂപയാണ് കേട്ടോ റെഡ് പനാമയുടെ. പിന്നെ ഇത് റെഡ് പനാമയുടെ ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ഇതിന് റേറ്റ് വന്നിട്ട് 250 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ 2 പനാമയാണ് കേട്ടോ. പിന്നെ ഒരേപോലത്തെ ഉള്ളത് 2 സൈസിൻ്റെ. അപ്പോൾ എക്സ്ട്രാ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 2ഉം കാണിച്ചത്. ഞാൻ വേറെ ഇല്ലാത്തത് കാരണമാണ് കേട്ടോ. ഈ 2 എണ്ണം തന്നെ ഉള്ളൂ 2 സൈസുള്ളത്. അപ്പോൾ ഇത് 2ആണ് ഒരേപോലത്തെ ഉള്ളത്. പിന്നെ നമുക്കുള്ളത് കോബ്ര കേട്ടോ, കോബ്രയുടെ പ്ലാന്റാണ് കേട്ടത്, അഗ്ലോണിമ കോബ്ര. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 270 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇത് നമുക്ക് 2 എണ്ണം എടുക്കാനുണ്ട് കേട്ടോ. ഇതേ സെയിം സൈസിലുള്ളതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ കാണിക്കാത്തത്. സെയിം സൈസ് തന്നെയാണ് കേട്ടോ. 2 എണ്ണമാണ് നമുക്കിതിൻ്റെ എടുക്കാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഈ ഒരു വെറൈറ്റി. ഇത് എൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ എന്തിൻ്റെയാണെന്ന്. 2 ഷൂട്ടായുള്ള പ്ലാന്റാണ്. ഞാൻ പൊളിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. സാധാരണ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാറുണ്ട്. ഇതിപ്പോൾ എന്തായാലും റൂട്ടുള്ള പ്ലാന്റ് തന്നെയാണ്, നല്ല റൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. 2 ഷൂട്ട് സെയിം ഷൂട്ടായുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 280 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിങ്ങനെ തന്നെ പറിച്ചിട്ട് അയക്കാട്ടോ ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സ്റ്റാർഡസ്റ്റ്. ഇതൊക്കെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു മുള വരുന്ന പ്ലാന്റുകളുണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ നമ്മളിങ്ങനെ ഇത്തിരി വലിയ പോട്ടിലാക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഷൂട്ടുകൾ വരും കേട്ടോ. അതിന് മുള വന്നിട്ടുള്ളത് കേട്ടോ, അല്ലാണ്ട് വെച്ചിട്ട് മുള വരുന്നതല്ല, കുഞ്ഞു കുഞ്ഞു മുളകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ സ്റ്റാർഡസ്റ്റ് 2 ഷൂട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. കണ്ടില്ലേ, 2 ഷൂട്ട് പ്ലാന്റ്. ഒരെണ്ണം ഇതുപോലെ 4 ലീഫും, പിന്നെ ഇത് കേട്ടോ സെൻട്രലിലത്തെ പ്ലാന്റ് ഉണ്ടല്ലോ, 2 ഷൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 280 രൂപയാണ് കേട്ടോ. സ്റ്റാർഡസ്റ്റിന് റേറ്റ് വന്ന 2 ഷൂട്ട്. ഇത് എക്സ്ട്രാ ഇല്ല, ഒറ്റ പ്ലാന്റ് ഉള്ളൂ. ഇതും അതുപോലെ ഇതും എക്സ്ട്രാ തരാനില്ല കേട്ടോ. ഈ 2 ഷൂട്ടിൻ്റെ കാണുന്ന ഓരോ പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. എക്സ്ട്രാ നമ്മുടെ കയ്യിൽ പ്ലാന്റേ ഇല്ല തരാനായിട്ട്. 280 റേറ്റ് കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഇത് കേട്ടോ സ്പാർക്ലിങ്. ഇതിന് 180 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അത് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് തരാനായിട്ട്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കാണിക്കണില്ല. ഈ സൈസിലുള്ളത് നമുക്ക് ഒരു 3, 4, 5 പ്ലാന്റ് 6 പ്ലാന്റുകളൊക്കെ ഉണ്ട് തരാനായിട്ട്. പിന്നെ നമുക്കുള്ളത് ഇതാണ് കേട്ടോ, ഫയർ റെഡ് എന്ന് പറയും. നല്ല റെഡുള്ള പ്ലാന്റാണ് കേട്ടോ ഫയർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി.
ഇതിൽ കാണുന്ന സെയിം കളറ് ഇതേ സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് എല്ലാതും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 250 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫയർ റെഡിൻ്റെ. പിന്നെ നമുക്കുള്ളത് ഇതേ മഴ പെയ്ത് തുടങ്ങിയിട്ടാ ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ പേര് പിങ്ക് സോഡ് എന്നാണ് തോന്നുന്നത് കേട്ടോ. 4 ഷൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 300 രൂപയാണ് കേട്ടോ റേറ്റ്. 4 ഷൂട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് സൂപ്പർ വൈറ്റ് നമ്മൾ മുൻപ് കാണിച്ചിരുന്നു, 220 രൂപയാണ് റേറ്റ്. ഇത് ഒരെണ്ണം ഉള്ളൂ കേട്ടോ നമുക്ക്. പിന്നെ നമുക്കുള്ളത് ഈ ഒരെണ്ണം ഓറഞ്ച് നൈറ്റ് സ്പാർക്ലിംഗ് എന്ന് പറഞ്ഞ വെറൈറ്റിയില്ലേ ഇതിൽ ഏകദേശം 3 ഷൂട്ട് കേട്ടോ. 3 ഷൂട്ടുള്ള പ്ലാന്റാണ്. ഇതാണ് സൈസ് വരുന്നത്. ഒറ്റ പ്ലാന്റുള്ളൂ, എക്സ്ട്രാ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിലിനായുള്ള പ്ലാന്റുകൾ ഇതൊക്കെയാണ്. മിക്കതും ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ റേറ്റും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൊറിയർ വന്നിട്ട് ഇനി മൺഡേ ആണ് കേട്ടോ കൊറിയർ. നല്ല മഴയായി തുടങ്ങി, അതുകൊണ്ട് വീഡിയോ ഞാൻ നിർത്താണ്.